വരുമ്പോഴേക്കും കേറാട്ടോ ചമ്മി വേണം. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ മസാല ദോശ ഉണ്ടാക്കാണ്. അപ്പൊ വെറും ദോശേനേക്കാളും നല്ലത് പിള്ളേർക്ക് ഇഷ്ടം മസാല ദോശ ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പൊ നേരം കുറെ ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഇനി രാവിലെ കഴിക്കാറാകുമ്പോഴത്തേക്കാണ് ദോശ ഉണ്ടാക്കുക. ദോശയാണെങ്കിൽ ചൂടോടെ വേണം എന്നാണ്. ചൂടോടെ ആകുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അവരവര് കഴിക്കാനാകുമ്പോ ഞാൻ ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക ദോശയാവുമ്പോ. മറ്റേതൊക്കെ ആകുമ്പോ പിന്നെ നേരത്തോടെ ഉണ്ടാക്കി അങ്ങോട്ട് വെക്കും കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുക്കാം നമുക്ക്. പിന്നെ ഞാൻ അതിനായിട്ട് ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കഴിക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട്. എല്ലാവർക്കും നാളികേരത്തോണ്ട് ഉണ്ടാക്കണ ചമ്മന്തിയാണ് ഇഷ്ടം. എന്നാലും ഇന്നിപ്പോ അങ്ങനെ പോട്ടേന്ന് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇതുമ്മ അങ്ങോട്ട് ഒതുക്കി. എന്നാ അത് ഉണ്ണി കഴിച്ചോ? എനിക്ക് ഇത്ര മസാല വേണ്ട, കുറച്ചായിലേക്ക് ഇട്ടോ. അപ്പൊ അടുത്തത് ഉണ്ടാക്കി തന്നാ മതിയാ? ഇട്ടാ മതി. ഇനി അടുത്തത് കുട്ടൂന് കൊടുക്കാം. കഴിച്ചോ? ഇപ്പൊ ഇതൊന്നും എടുക്കണ്ടേ? മതിയാ? ഇത്ര മതിയാ? അടുത്തത് ഇനി കുട്ടൂന് കൊടുക്കാം. ഇത് എവിടെ? അവൻ പുറത്താ. കളിക്കാൻ പോയി. അപ്പക്കും പോയി. വല്ലതും കഴിച്ചിട്ട് കളിക്കാൻ പറയവനോട്. കുട്ടോ കഴിക്കാൻ വാ. ഫുഡേ പറഞ്ഞ വരുന്നേ. വാ തരാം. അപ്പൊ ചായയോടിയൊക്കെ കഴിഞ്ഞു, അടിയും തോടയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൾ കൊണ്ടുവന്നിട്ടില്ലേ നേരം വരെ. അപ്പോൾ ആളെനിക്ക് കത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മറ്റേ ഈ വാടാമല്ലി അതിൻ്റെ വിത്തോള് മറ്റേ ഓണത്തിന് പൂക്കളട്ടപ്പോൾ പൂവാങ്ങിയപ്പോൾ കിട്ടിയതാട്ടാ. അത് ഇങ്ങനെ പാവി ഇപ്പോൾ മുളച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ട് വാടാമല്ലി ഉണ്ട്. പിന്നെ മറ്റേ ഇതുണ്ട് മഞ്ഞളത്തിലുള്ളത്. എന്തിട്ട് അതിൻ്റെ പേര്? ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി അതിൻ്റെതും ഉണ്ട്. ഇപ്പം മുളച്ച് വന്നിട്ടുള്ള ഒന്ന് മാത്രം. കുറച്ചൊക്കെ ഞാൻ അവിടെ പറിച്ച് നട്ടിട്ടുണ്ട്. അതിനൊന്ന് ഇത്തിരി നനച്ചെടുക്കാട്ടോ. ലേവിയുടെ ഫ്രണ്ടാ. ഇപ്പൊ കുറയ്ക്കാണ്ടായില്ലേ കാണുമ്പോ? ലേവി കൂട്ടിലെടുക്കുമ്പോ അതിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് കിടക്കും. അത് ആരേനൊരു പേടിയില്ല. പക്ഷെ രാത്രി ഇവര് നല്ല പോലെയാട്ടാ. കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. ചട്ടിന്ന് മാറ്റി നടണം. നല്ല വെയിലായി. ഞാൻ കുറച്ച് ദിവസം നനച്ചില്ല. പോയി നല്ല ചൂടല്ലേ. പോയി ഇതൊക്കെ ഉണങ്ങി. വടി മാത്രമായി നെല്ലുന്നില്ലാണ്ടായി. ദിവസം നനച്ചെടുക്കണം. എന്ത് ചിക്കൻ വരാത്ത? ഉച്ചക്ക് കറിയൊക്കെ ഉണ്ട്. 12 മണിയായി എന്നിട്ടും ചിക്കൻ വന്നിട്ടില്ല. ഒന്നുകൂടി വിളിക്കണോ? ഞാൻ രാവിലെ വിളിച്ചതാ. പോയി നോക്കണോ? റബ്ബർ പയറിന്റെ ഇതൊക്കെ പയറുണ്ടായി. റബ്ബർ പയറിന്റെ വെള്ളിനൊക്കെ എന്താ ഭംഗിയുള്ള കളറല്ലേ അത്? ലേവണ്ടർ കളർ. ഇതന്നെയല്ലേ ലേവണ്ടർ? നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഇതിന്റെ കായ എല്ലാരും ഇത് പറിക്കാൻ വരും. അവിടെ എന്തോ പണി നടക്കുന്നുണ്ടല്ലോ. അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. അത് ഇത്ര കൊരക്കുണ്ടായിരുന്ന ലേവി. അതന്നെ ലേവി ഇങ്ങനെ കൊരക്കണില്ലേ? ഇവരെ അനക്കം കേൾക്കുമ്പോഴാവും എന്താണാവോ. എന്തേലും കൃഷി നടാനാവും. എന്താണാവും കളക്കുണ്ട്. അപ്പം അങ്ങനെ കാത്തിരുന്നിട്ട് 12 മണിയാകുമ്പോൾ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കറി വയ്ക്കാൻ പോവാട്ടാ. വേഗം ആയോ? കുറേ ആൾക്കവിടെയൊക്കെ കൊടുക്കാണ്ടായിരുന്നു.
600 കവറുമ്പോ പേരും റേറ്റ് ഒക്കെ എഴുതി വെച്ചേക്കണ്. കൊറേ ഡെലിവറി ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇന്ന്. എന്താ വെറുതെ അല്ല വയ്യത്. നമുക്കത് വേഗം കഴുകിയിട്ട് പരിപാടി നോക്കാം. കാല് മുറിക്കാം. അത് കുട്ടൂനിടണതാ ലെഗ്. അങ്ങനെ എന്നാല് അവനെ കണ്ടെങ്കിൽ പറഞ്ഞ ലെഗ് ഇട്ടുണ്ട് ഇട്ടാ. എന്തൊരു മഴക്കാറുണ്ടല്ലോ. തുണി കുറെ തിരുമ്പിയിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് അടുപ്പിൽ വെക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ കറി. അപ്പോൾ രാവിലത്തെ കഴിഞ്ഞ് ചോറൊക്കെ വെച്ചതാണ്. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ഒരു കലം വെള്ളം രാവിലെ തന്നെ തിളപ്പിച്ചിടും കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആറി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അടുപ്പിൽ ചെയ്യാം. അടുപ്പില വെക്കണേ? വെക്കാം. തീപ്പെട്ടി കാട്ട്. തീപ്പെട്ടി ഇതേ കൊണ്ടുപോകാൻ അങ്ങോട്ട്. അപ്പൊ ഞാന് ചിക്കൻ കറി. ചോറ് വെച്ചു രാവിലെ. അപ്പൊ ഞാന് ഈ ഓലോണ്ട് തീ കത്തിക്കാച്ചാ പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പിടിയില്ലോ. അത് കാരണം ഓല ഞാൻ കൊണ്ടുവച്ചു കേട്ടോ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചകിരിയും കൊണ്ടുവച്ചിട്ടോ അങ്ങനെ. അപ്പൊ അതങ്ങോട്ട് പെട്ടെന്ന് തീ പിടിക്കും. ചകിരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കനലാവൂല്ലോ ചകിരി വെച്ച് കഴിഞ്ഞാൽ. തീ പിടിയട്ടെ കേട്ടാ. അപ്പൊ തീ നല്ലോണം കത്തിപ്പിടിഞ്ഞു കിട്ടാ. നമുക്ക് ഉള്ളി വെക്കാം. ഉള്ളിയിൽ അങ്ങോട്ട് വെക്കാൻ വേഗം. നേരം വൈകിയില്ലേ ഇതിൽ വെച്ചാൽ വേഗം അങ്ങോട്ട് ആയിക്കോളും. അടുപ്പിൽ വെച്ചൊരു ഉപകാരം പെട്ടെന്ന് അങ്ങോട്ട് ആവും കേട്ടോ. തീ പിടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളി ചൂടാവട്ടെ. കുറച്ച് ടൈം ഓടിക്കും ചൂടാവാൻ. കാരണം കനുള്ളതല്ലേ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് വെള്ളം ചിലപ്പോ പോകാളും. അത് നമുക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാട്ടോ. മതി. സിരിക്കല്ലപ്പെട്ട കല്യാടി ഇതിന് വാറത്തുള്ളി കയ്യിലെ വെള്ളം കയ്യിലെ നിറകെട്ട് കാലിലെ വളകെട്ടി കാലില് കുളിച്ചിട്ട് എണ്ണ കുടിക്കും. അത്ര അറിയല്ലോ. ചിക്കൻ ഉണ്ടാക്കണതിന്റെ പാട്ടാണോ? ഇറങ്ങിപ്പോയേ ഒന്നില്ല. അയ്യോ ഇറങ്ങടാ. മങ്കിയല്ല ഇറങ്ങിപ്പോ. മങ്ങിക്കുട്ടി ഇറങ്ങിപ്പോ. ഓ ഇറങ്ങ. ഉള്ളി വേകുമ്പോഴേക്ക് ഞാൻ കുറച്ച് വേപ്പില പൊട്ടിച്ചിട്ട് വരാം കേട്ടാ. മൊന്തയിലേക്ക് വരണ്ട. മൊന്തയിലേക്ക് വരണ്ട. ചെരുപ്പ് പോലും ഇടാണ്ട് മൊന്തയിലേക്ക് വരണ്ട. അവിടെ നിന്നോ നീ മര്യാദക്ക്. വരുമ്പത്തേക്കും ചെരുപ്പിട്ട് വരുമ്പോഴേക്കും ഞാൻ അത് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് വരാട്ടാ. പെട്ടെന്ന് പോവാൻ വരുമ്പോഴേക്കും കേറാട്ട. നമുക്ക് ഓടിക്കാം. ചമ്മട് കാണാട്ടപ്പോ. ചമ്മി ചമ്മി ചമ്മി. അയ്യോ പാവട്ടോ. ചമ്മിട്ടെ. ക്രോക്സ് ഒക്കെ ആണല്ലോ. ഇന്നെന്താ രണ്ടും ഒരേ കളറാണല്ലോ. അല്ലെങ്കിൽ രണ്ട് കളറാണല്ലോ ഇടാറ്. കടിക്കല്ലേ. അയ്യോ പാവടിയെ ചമ്മി ചമ്മി വേണം. എടുക്കല്ലേ. അയ്യോടാ പാടാ. ചെരുപ്പ് ഊരിട്ടിട്ട് കയറി. ഞാൻ തുടച്ച സ്ഥല കൊടുക്കമ്മ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ചോറുണ്ടാട്ടാ. അപ്പൊ അതാ കാലിമ്മല് കണ്ടില്ലേ. ഇന്നലെ പറ്റിയതാണിത്. ഇന്നലെ കാലൊന്നും മടങ്ങി. അപ്പൊ നല്ല ഉൾക്കല് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു ഉഴിയണ സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ പോയി ഉഴിഞ്ഞ് മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് അഴിച്ചിട്ട് ഉഴിയാൻ പോണം. ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് ഇതാ മൈലാഞ്ചി ഇട്ടെന്നു കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് ഇതായിരുന്നു പരിപാടി.
ഇപ്പൊ കാലുകൊണ്ട് ചെയ്യാത്തോണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരുന്നിട്ടു. നല്ല വേദന ഉണ്ട് കാല്. അപ്പൊ ദാ ഇന്നതേ ഒഴിയാൻ പോണ നേരായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം കെട്ടിയതാണ്. അപ്പൊ അത് അഴിച്ചിട്ട് കഴുകിയിട്ട് വരാനാണ് കേട്ടോ പറഞ്ഞിരിക്കണേ. അപ്പൊ നമുക്കിത് അഴിക്കാം. ചെലപ്പോ ചൊറിയണ്ട, ചെലപ്പോ നീര് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള്. നീര് വന്നിട്ടുണ്ടാവും, അതാവും ചൊറിയണേ. നല്ല എന്താ പറയാ, ഇതാണ് ഈ ഉളുക്കലിനൊക്കെ നല്ല എഫക്റ്റീവ് ആട്ടാ. ഈ ഇങ്ങനെ മരുന്ന് വെച്ച് കെട്ടിയിട്ട് ഒഴിഞ്ഞാല് വേദന പെട്ടെന്ന് മാറും. കോഴിക്കാട്ടം പട്ടിക്കാട്ടം കൂടി മിക്സ് ചെയ്ത പോലത്തെ കളർ. എന്തോ എന്താ ട്യൂബില് വരുന്ന മരുന്നാണ് കേട്ടോ. ഒരു ആയുർവേദത്തിന്റെ എന്തോ ഒരു മരുന്നാണ് അത്. ഓയിന്റ്മെന്റ് ആണത്. ഉണങ്ങിയ കാട്ട പോലെ. ഇന്നലെ കുറച്ച് ഫ്രഷ് കാട്ടായിരുന്നു. ഓയിന്റ്മെന്റ് നീരുണ്ട് കേട്ടോ. അതെ, ഇവിടെ നീരുണ്ട്. ഇവിടെയാണോ ചൊറിയുന്നത്? ഇത് ചൂടുവെള്ളത്തില് കഴുകി കളഞ്ഞിട്ട് വരാനാ പറഞ്ഞേ. നിനക്ക് ഇവിടെ വേദന? ഇവിടെ കണ്ട ഇവിടെ പക്ഷെ നീര് എന്താണോ ഇവിടെയും പിന്നെ ബാക്കിലാ വേദന. ഇപ്പൊ നീ ചായ കുടിച്ചിട്ട് പോവാ. കഴുകി കളയും. ചൂടുവെള്ളത്തില് കഴുകാനാ പറഞ്ഞേ. നമുക്ക് കഴുകിയിട്ട് പോവാ. അയ്യേ, എന്റെ കാലിമൊക്കെ അല്ല എന്റെ മേലൊക്കെ വീണു. അത് ഓയിന്റ്മെന്റിന്റെ അത് മണം കിട്ടാ. ഒരു മണം, എല്ലൊക്കെ ഉണങ്ങിയ മണം, എല്ലാം ഉണങ്ങിയ പോലത്തെ മണം അത്. ചായ കുടിക്കാം. അപ്പൊ നമ്മള് കാലൊഴിയാൻ പോവാട്ടോ. അവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ നൊണ്ടലുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോവാണ്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് എത്തി. ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ പോലെ തന്നെ ചെറിയൊരു വഴി കൂടെ പോയിട്ടാണ് ആ സ്ഥലം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാനോളും കൂടി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും കാണാതെ ഇപ്പോൾ കുട്ടും അനാമിയും കൂടിയിട്ട് ഞങ്ങളെ തിരക്കി വന്നു കേട്ടോ. അപ്പോഴോ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലത്തേനൊക്കെ വലിയ കെട്ടായിട്ടന്ന്. അപ്പോൾ തീരെ നടക്കണ്ടെന്ന് പറഞ്ഞു. ഇന്നും നാളെയും പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി വിളിച്ചിട്ട് വണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സമയം 6:30 ആയിട്ടാണ്. കുറേശ്ശെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം അങ്ങനെയൊക്കെ അവസാനിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.